എന്റെ അമ്മയുടെ സ്ഥലം കല്ലടയാണ്. അവിടുന്ന് വസ്തു വിറ്റുകൊണ്ട് വരുമ്പോ അവിടുന്നാണ് നമ്മൾ വസ്തു വിറ്റിട്ട് കൊല്ലത്തേക്ക് വരുന്നത്. വരുമ്പോ സുചേടന്നൊരു വാക്കുണ്ടായിരുന്നു, ഞാനുണ്ട് എന്നൊരു വാക്ക്. പക്ഷെ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല ഇപ്പോഴും. ഞാൻ എന്താണെന്ന് പോലും ആർക്കും അറിയില്ല. ഒരു ഈഗോ ഇല്ലാത്ത മനുഷ്യനായിരുന്നു. ഒരിക്കലും ഇല്ലായിരുന്നു. എനിക്ക് ഏത് ഡ്രസ്സ് വേണമെങ്കിലും ഇടാം, ഏത് ഫുഡ് വേണമെങ്കിലും കഴിക്കാം. എന്തായാലും രേണുവിന് വെല്ലുവിളി തന്നെയാണ്. ധൈര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും. അവര് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനി രേണുവിനെതിരെ ഞാൻ കളിച്ചാൽ എന്നെ വലിച്ചു കീറി ഒട്ടിക്കും, സമൂഹത്തിന് മുമ്പിൽ നാണം കെടും. എന്റെ പാസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 100 മുത്തുച്ചിപ്പി വായിച്ച ഒരു സംതൃപ്തി കിട്ടും എന്നൊക്കെയാണ്. ഇവരെന്താന്ന് വെച്ചാൽ കാണിച്ചോട്ടെ. മുത്തുച്ചിപ്പി കൊണ്ടുവരുമോ, എന്റെ വീഡിയോസ് കൊണ്ടുവരുമോ, എത്ര ആണുങ്ങളാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാരും നിരനിര വന്ന് നിൽക്കണം. നീ എന്തൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നാലും നോ പ്രോബ്ലം. അപ്പൊ പറയുമായിരിക്കും ഞാൻ 10 കല്യാണം കഴിച്ച് 15 പിള്ളേരുണ്ടെന്ന്, ഇല്ലെങ്കിൽ 10 പേര് കൂടെ പോയെന്ന് പറയായിരിക്കും. നോ പ്രോബ്ലം. ഞാനിപ്പോ രേണു കാണിക്കുന്ന കണക്ക് ഒരു കൈയില്ലാത്ത ബ്ലൗസും വയറും ഒക്കെ കാണിച്ചു നിന്നാ ഇതിനേക്കാളും മേളിൽ ഞാൻ കയറിപ്പോ. എനിക്ക് അതിനകത്ത് താല്പര്യമില്ല. ആ കാശ് എനിക്ക് വേണ്ട. ചെകിടിനിട്ട് അടിക്കേണ്ടതാണെ അടിക്കുക തന്നെ ചെയ്യും. ഞാൻ അവന്റെ കൂടെ പോയി, അല്ലെങ്കിൽ ഇവന്റെ കൂടെ പോയി, ഇല്ലെങ്കിൽ അങ്ങനെപ്പെട്ട ഒരുത്തിയായിരുന്നു. ഒരാളെങ്കിലും എന്നെ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള ഒരാൾ, ധൈര്യമുള്ള ഒരാൾ വരട്ടെ. വെല്ലുവിളിയാണ്. തീർച്ചയായിട്ടും വരട്ടെ. ഇവന്മാര് മറ്റുള്ളവരെ വിളിച്ച് പറയാതെ ഈ ഒളിഞ്ഞിരുന്ന് കമന്റ് ഇടാൻ നേരിട്ട് വാ. ഞാൻ വെല്ലുവിളിക്കുവാണ്. നേരിട്ട് വാ, നേരിട്ട് വന്ന് എന്നോട് സംസാരിക്കും. ചങ്കുറപ്പുണ്ടെങ്കിൽ, ആണാണെങ്കിൽ. രേണു ഇപ്പൊ നിൽക്കുന്ന ഫീൽഡ് എന്റെ ഫീൽഡാണ്. രേണു കൂടിപ്പോ ഒരു 1 ഇയർ അല്ലെങ്കിൽ ഒരു 2 ഇയർ രേണു അഭിനയിക്കാൻ പോകുന്നതും എന്റെ ആൾക്കാരോട് തന്നെയാണ്. അത് രേണു ചിന്തിച്ചിട്ടില്ല. മനസ്സിലായി? രേണുവിന് അറിയില്ല ഞാൻ ആരുമൊക്കെ ആയിട്ട് കോണ്ടാക്ട് ഉണ്ട്, ആരുമൊക്കെ ആയിട്ട് ഞാൻ കോണ്ടാക്ട് വെക്കുന്നുണ്ട്. ഇതൊന്നും രേണുവിന് അറിയില്ല. രേണു ആ പോയ കോടാലി കണക്ക് ഇങ്ങനെ സംസാരിക്കും. കൊല്ലം സുധി എന്ന് പറഞ്ഞ വ്യക്തിയുടെ 3ാമത്തെ ഭാര്യയാണല്ലോ രേണുസുധി. രേണുസുധി എല്ലായിടത്തും പറഞ്ഞ ഞാനാണ് 2ാം ഭാര്യ, 2ാമത് വിവാഹം കഴിച്ച അദ്ദേഹത്തെയാണ്. അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളിലും കൂടെ ഉണ്ടായിരുന്ന, മക്കളെ നോക്കിയത്, മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവരാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ ഇപ്പോഴും ലീഗലി കല്യാണം കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്നാലും അവള് തന്നെയാണ് വൈഫ്. അതൊരിക്കലും ഞാൻ ഇല്ലാന്നും പറയത്തില്ല. അവള് വൈഫല്ലെന്ന് പറയാനായിട്ടുള്ള ഇതും എനിക്കില്ല. കാരണം സുചേട്ടന്റെ ഒരു കുഞ്ഞിനെ അവള് പ്രസവിച്ചതാണ്. ശാലിനി ഏത് വർഷമാണ് ഡിവോഴ്സ് ആയെന്നറിയാവോ? ശാലിനി അറിയില്ല. ശാലിനിയൊക്കെ ഞാനൊക്കെ വരുന്നതിന് കുറെ വർഷം മുന്നേ പോയതാണ്. കിച്ചുവിന് 2 വയസ്സോ അങ്ങണ്ടുള്ളപ്പോ പോയത്. അറിയില്ല. ശാലിനി പേഴ്സണലി എനിക്ക് അറിയാം കേട്ടോ. ഞങ്ങൾ ഒരുമിച്ച് പക്ഷെ ശാലിനിയുടെ അടുത്ത് ഞാൻ വെല്ലുവിളിക്കത്തില്ല. കാരണം അവള് കിഡിലും ഒരു ഡാൻസ് ആർട്ടിസ്റ്റ് ആണ്. ഒരു രക്ഷയില്ലാത്ത പെർഫോമറാണ്. ഒരു രക്ഷയില്ല. നന്നായിട്ട് പെർഫോം ചെയ്യും. പിന്നെ കാണാനും സുന്ദരിയാ. എന്നെപ്പോലും അല്ലായിരുന്നു. അല്ല, കാണാനും നല്ല ഭംഗിയായിരുന്നു അവളെ. ഇപ്പൊ രേണുസുധി ഉണ്ടാക്കുന്ന നിരവധി വിവാദങ്ങൾ താങ്കൾ എത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ട്? അയ്യോ, എന്നെന്ന് മാത്രമല്ല എന്റെ ഫാമിലി ഫുള്ളും ഇപ്പൊ വേദനിച്ചുകൊണ്ടിരിക്കുവാണ്.